ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വളരെ ഗൗരവമുള്ളതാണല്ലോ. അത് ഒന്ന് അയാൾ ചെയ്ത ഒഫൻസസ്, പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകുകയും പ്രണയം നടിക്കുകയൊക്കെ ചെയ്ത് ബലാത്സംഗത്തിന് വിധേയരാക്കുക, ക്രൂരമായ ബലാത്സംഗം. അതിനുശേഷം അവരെ ഗർഭിണിയാക്കുകയും ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയും ചെയ്യുക, പിന്നെ അവരെ പൂർണ്ണമായും മാനസികമായി പീഡിപ്പിക്കുക, കൈയൊഴിയുക എന്നുള്ളത് അയാളുടെ ഏറ്റവും മോശവും സീരിയസുമായിട്ടുള്ള ഒരു ഒഫൻസായി കേരളം കാണേണ്ടുന്നത്. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ കോൺഗ്രസ് ഒരു നറുക്കെടുപ്പ് നടത്തുന്നുണ്ട്. അതിലേക്ക് പൈസ തരണം എന്ന് ഫെനി നൈനാൻ വഴി, ഇദ്ദേഹത്തിൻ്റെ പത്തനംതിട്ടയിലുള്ള കോൺഗ്രസ് പ്രവർത്തകനും ഇദ്ദേഹത്തിൻ്റെ വലിയ കൂട്ടുകാരനും ആയിട്ടുള്ള വ്യക്തി വഴി പൈസ വാങ്ങുന്നു. എന്നിട്ട് ഈ നറുക്കെടുപ്പിൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തും എന്ന് പറയുന്നു. ഫെനി വഴിയാണ് ഇത് പറയുന്നത്. എന്നിട്ട് ആ രണ്ടാം സമ്മാനം കണ്ടോ ഈ പെൺകുട്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ നറുക്കെടുപ്പ് തന്നെ എങ്ങനെയായിരിക്കും നടന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു മൊഴി വഴി വയനാട് ദുരന്തത്തിൻ്റെ മറവിൽ കൂടി ഈ ലൈംഗിക വൈകൃതങ്ങൾ നടത്തുന്നയാൾ പ്രവർത്തിച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം, ഈ കുട്ടിയോട് വടകരയിലെ ഫ്ലാറ്റിലേക്ക് വരാൻ പറയുന്നുണ്ട്. പത്തനംതിട്ടക്കാരനായിട്ടുള്ള പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് വടകരയിലെ ഫ്ലാറ്റ് എന്ന് അധികാരത്തോടെ അല്ലെങ്കിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ പറയാൻ കഴിയുന്നത് ആരുടെ ഫ്ലാറ്റാണ്? അപ്പോൾ വടകരയിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ വൃത്തികേടുകൾ ചെയ്താൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സംരക്ഷിക്കാൻ അവിടെ എന്തോ ഉണ്ട്, ഒരു സംരക്ഷണ വലയം വടകരയിലുണ്ട് എന്ന ഒരു ധൈര്യത്തിന് പുറത്തായിരിക്കുമല്ലോ. നമ്മളൊന്നും ഒട്ടന്മാരല്ലല്ലോ. ഇപ്പോൾ വടകര എന്ന് പറയുന്ന സ്ഥലം അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നെങ്കിൽ വടകരയിൽ ആരാണുള്ളത് അറിയാം. അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MP ആണ്, പാലക്കാട് MP ആണ് ഇദ്ദേഹത്തെ കോൺഗ്രസിന്റെ മുഖമായി മാറ്റാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചിട്ടുള്ളത്. ഈ ഷാഫി പറമ്പിലിനോടല്ലേ മഹിളാ കോൺഗ്രസിലെ ചില പ്രവർത്തകരെങ്കിലും പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളോടക്കം തെറ്റായ രീതിയിൽ പെരുമാറുന്ന ഒരുത്തനാണ്, ഇവനെ നിങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരരുത് എന്ന് പറയുമ്പോൾ അതൊന്നും കേട്ട മട്ട് ഭാവിച്ചിട്ടില്ല എന്ന പരാതി കോൺഗ്രസിലെ മഹിളാ പ്രവർത്തകർക്കുണ്ട്. കേരളത്തിനോട് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, ചെറുപ്പക്കാരൻ എന്നൊക്കെയുള്ള നിലയിൽ ഒരു സത്യസന്ധമായ ഏതൊരു മനുഷ്യനും പറയുക, എനിക്കിത് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെപ്പോലെ ഞെട്ടിയിരിക്കുകയാണ്, എനിക്കും ഈ വാർത്ത അവിശ്വസനീയമാണ് എന്നെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെ ഇതേ വാക്കുകൾ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പറയണമല്ലോ. ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അയാൾക്ക് ഇത് പൂർണ്ണമായി കൈയൊഴിയാൻ ഇവർ വയനാട് വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ കൈയൊഴിയുന്നത് പോലെ, എത്ര ഫണ്ട് പിരിച്ചും ചോദിക്കുമ്പോൾ കൈയൊഴിയുന്ന പോലെ, പുനർജനി പദ്ധതി VD സതീഷിനോട് ചോദിക്കുമ്പോൾ കൈയൊഴിയുന്ന പോലെ കൈയൊഴിയുന്ന ഒരു വിഷയമായൊന്നും ഇതിനെ കാണാൻ കഴിയില്ല. കാരണം ഇതിൽ നേരിട്ട് ശാരീരികമായി മാനസികമായി ആക്രമിക്കപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരെ മത്സരിപ്പിക്കാനൊക്കെ തയ്യാറെടുക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുനിന്ന ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, അത് മതിയാക്കി പോയവരുണ്ട്. അവർക്ക് കോൺഗ്രസിനോടുള്ള കമ്മിറ്റ്മെന്റ് ആയിരിക്കാം. അവരിപ്പോൾ പറയുന്നുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടി മരണശയ്യയിൽ പറഞ്ഞതാണ് ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി ആക്കരുത് എന്നത്. ഇയാളെ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്ത് തലയിൽ മുത്തം കൊടുത്ത് VD സതീശൻ ഇയാളെ അനുഗ്രഹിച്ചു വിട്ടതിന് ശേഷം ആ VD സതീശനോട് ഈ പരാതികൾ നൽകിയ പെൺകുട്ടികൾ നിങ്ങളോട് മുൻപ് ഈ പരാതികൾ തന്നിട്ടില്ല എന്നൊക്കെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ വളരെ ലാഘവത്തോടെ അതിനെ കൈയൊഴിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ആളുകൾ ഇതൊന്നും അറിയാത്ത ആളുകളാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരൊന്നുമല്ല കേരളത്തിലുള്ള ആളുകൾ. അപ്പോൾ കേരളത്തിലെ ജനതയെ അത്തരത്തിൽ വഞ്ചിക്കുന്നുണ്ട് എങ്കിൽ കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം. ഷാഫി പറമ്പിൽ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല